ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഹാൻഡ് സ്കെച്ച് ഓഫ് ഇന്റീരിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇമേജസ് നമുക്ക് വരും. അത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ഫസ്റ്റിൽ കാണിച്ച ഇമേജ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ആ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് സേവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇമേജ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് എടുക്കുക. ആ ഒരു ഇമേജ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ടൂളിൽ പോവുക. ടൂളിൽ പോയിട്ട് നമുക്ക് ഇവിടെ പല ടൂളുണ്ട്. അതിനകത്തുണ്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൂളുകളുണ്ട്. അതിനകത്ത് നമുക്ക് സ്കെച്ച് ടു റെൻഡർ എന്നുള്ള ടൂൾ എടുക്കാം. സ്കെച്ച് ടു റെൻഡറിൽ പോയിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇങ്ങനെ വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഇന്റീരിയലാണോ എക്സ്റ്റീരിയലാണോ ഗാർഡൻ ആണോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇന്റീരിയലാണ്. ഇത് ലിവിംഗ് ആണോ ഡൈനിങ് ആണോ ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ലിവിംഗ് റൂം കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ മോഡേൺ ആണ് കൊടുക്കുന്നത്, മോഡേൺ കൊടുത്തു മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ജനറേറ്റ് ന്യൂ ഡിസൈൻ എന്ന് കൊടുക്കുക. ഇത്ര ഉള്ളത് നമ്മുടെ പരിപാടി. അപ്പൊ നമുക്ക് എന്താണോ ഹാൻഡ് സ്കെച്ച് വരയ്ക്കുക, ആ ഹാൻഡ് സ്കെച്ച് വരയ്ക്കുന്ന ജസ്റ്റ് ഒന്ന് ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിനു ശേഷം അത് ഇതേപോലെ കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇതായിട്ട് വരും. ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് റെൻഡർ ചെയ്ത് വരും കേട്ടോ. നമുക്ക് നെറ്റും കാര്യങ്ങളും സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അതിനകത്ത് വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ കൊടുത്ത സാധനം. ഇവിടെ വന്നത് ഇതാണ്. നമ്മൾ ജസ്റ്റ് ഷോ ചെയ്ത് നോക്കാം. ഇവിടെ അപ്സ്കെയിൽ ചെയ്യുന്നില്ല കണ്ടോ. അപ്പൊ നമ്മൾ കൊടുത്തതിനെ അപേക്ഷിച്ച് ഈ രീതിയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ കണ്ടോ എത്രത്തോളം മാറ്റങ്ങൾ വന്ന് നോക്കാം. ഇതിവിടെ വെച്ച് നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഇമേജാ. നമ്മൾ കൊടുത്ത ഇമേജിന്റെ ഫസ്റ്റ് ഇമേജാ. ഇത് നമുക്കൊരു 3 വെറൈറ്റിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് എഡിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് പോയിട്ട് ഞാൻ റീഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, റീഡിസൈൻ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ചേഞ്ച് ചെയ്യുന്ന സാധനം. എന്നിട്ട് ഇവിടെ നമ്മൾ ലിവിംഗ് ഹാൾ കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്ത അതിനകത്ത് മോഡൽ തന്നെ കൊടുക്കുക. ഇവിടെ കണ്ട ഇവിടെ ബ്യൂട്ടിഫുൾ റീഡിസൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇത് കീപ് സ്ട്രക്ചറൽ എലമെന്റ് അത് അതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മളോട് ജനറേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് വരും. അപ്പൊ നമുക്ക് കണ്ട നമുക്ക് ഷോ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ കൊടുത്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജിലേക്ക് അത് വരും. കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് വരിക എന്നുള്ള മാത്രമേ ഉള്ളൂ അതിനർത്ഥം. വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ കൊടുത്തതിനേക്കാളും കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇതിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റിലത്തെ. കണ്ടോ, നേരത്തേനേക്കാളും കുറച്ചും കൂടെ നാച്ചുറൽ വരുന്ന രീതിയിലേക്ക് ഇതാക്കുക എന്നുള്ളതാണ് ഫസ്റ്റിലത്തെ കേസ്. ഇതാണ് ഫസ്റ്റിലത്തെ ചെയ്യേണ്ടത്. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തന്നെ റീഡിസൈനിൽ പോവുക. ഈ റീഡിസൈനിൽ പോയിട്ട് നമുക്ക് ക്രിയേറ്റീവ് റീഡിസൈൻ എന്നുള്ള കൊടുക്കുക. എന്നിട്ട് അവിടെ സ്ട്രക്ചറൽ എലമെന്റ് അതേപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് അത് ശരോടെ ഒന്ന് മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലേക്കുള്ളതാണ് രണ്ടാമത് വരുന്നത്, ക്രിയേറ്റീവ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ജനറേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ആ ഡിസൈൻ കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഓരോ ഫർണിച്ചറിലും മാറ്റേണ്ട കാര്യങ്ങളില്ല. ഇതിനകത്ത് കൊടുത്ത ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫർണിച്ചറൊക്കെ ഉള്ള വേറൊരു രീതിയിലേക്ക് ആക്കി ഉള്ള രീതിയിലേക്ക് ചെയ്യും. നമ്മൾ കൊടുത്ത അതേ ഡിറ്റോ ആയിരിക്കത്തില്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ഇതിനകത്ത് ചെയ്യുക. അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് ഈ ക്രിയേറ്റീവ് റീഡിസൈൻ. അവരുടേതായ ഭാഗത്തിൽ കുറച്ച് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് വന്നതുണ്ടോ, കുറച്ചുകൂടെ വ്യത്യാസം വന്നതുണ്ടോ. ആ ബാക്കിലൊക്കെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള രീതിയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് വരുന്ന രീതിയിലേക്ക് വരും. ഇനിയിപ്പോ നമുക്ക് വേണ്ട കുറെ കൂടെ എഡിറ്റ് ചെയ്ത് വേണമെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ജസ്റ്റ് എഡിറ്റ് പോവാ, ഇവിടെ റീഡിസൈൻ പോവാ, എന്റെ റീഡിസൈൻ പോയിട്ട് നമ്മളിവിടെ ലിവിങ് കൊടുക്കുക, മോഡേൺ കൊടുക്കുക, പെർഫെക്റ്റ് റീഡിസൈൻ കൊടുക്കുക. പെർഫെക്റ്റ് റീഡിസൈൻ എന്ന് പറഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ റിനോവേഷൻ വർക്കൊക്കെ ചെയ്താൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ്. കാരണം അത് ടോട്ടലായിട്ട് മാറ്റങ്ങളൊക്കെ വരുന്ന രീതിയിലേക്ക് ഒരു പുതിയൊരു മോഡലിലേക്ക് വരും. അപ്പൊ നമ്മൾ കണ്ട രണ്ട് മോഡലിനും വ്യത്യസ്തമായിട്ട് പക്കായിട്ടുള്ള ഒരു റിനോവേഷൻ ടൈപ്പ് ചെയ്ത സമയത്തുള്ള മോഡലിലേക്ക് വരും. ഷോ ചെയ്യുക. കാര്യം നമ്മൾ കൊടുത്ത സാധനം കണ്ടോ, ഈ രീതിയിലുള്ള മാറ്റം വന്നു കണ്ടോ. അപ്പൊ ഇങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് ആ ഒരേ ഇമേജിനെ തന്നെ പല രീതിയിലേക്ക് ആക്കാൻ പറ്റും.